ഞാൻ ഒരു വീഡിയോയുടെ നമ്മൾ ലേറ്റസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ കമൻറ്റ് വായിക്കുമായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റാണ്. ഒരു കമൻറ്റ് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഞാൻ റഷ്യ സൊവസ്തക്കിലാണ് റെസ്റ്റോറൻറ്റ് ഹൗസ് കീപ്പർ. നവംബറിൽ നാട്ടിൽ പോയിട്ട് വന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളൊരു പെൺകുട്ടി ഇവിടെ ഉണ്ട്. ഐ എം ഹാപ്പി ഹിയർ. ചിൽ വൈബാണ്, ഡെയിലി കുളിക്കണമെന്നില്ല. അത് സർക്കാസ്റ്റിക്കലി ആ കമൻറ്റ് ഇട്ടാണോ അതോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്ലാഡ്നെസ് കാരണമിട്ട് കമൻറ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെയുള്ള കുറേയധികം കമൻറ്റ്സ് ഉണ്ട്. ഇതൊരു ഫണ്ണി കമൻറ്റാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും ഇമിഗ്രൻ്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് യൂറോപ്പിലേക്കും ഗൾഫിലേക്കും, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമെങ്കിലും മൈഗ്രേറ്റ് ചെയ്യണം, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തേടി ജോലികൾ തേടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയധികം പേരുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിലുള്ളവരുണ്ട്, ഗൾഫിലുള്ളവരുണ്ട്. എങ്ങനെയെങ്കിലും തിരിച്ച് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, തിരിച്ച് നാട്ടിലേക്ക് പോകണം. അതിനും ഇംഗ്ലീഷിൽ പറയുന്നതാണ് റിവേഴ്സ് മൈഗ്രേഷൻ. നിങ്ങൾ ഇമിഗ്രൻ്റായി യൂറോപ്പിലേക്കോ ഗൾഫിലേക്കോ വന്ന് ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ, പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് എങ്കിൽ, നിങ്ങളുടെ തോട്ട്സ് എന്താണ്? റിവേഴ്സ് മൈഗ്രേഷനെ പറ്റിയിട്ട്, തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പോലെ തന്നെ എന്തായാലും ചെയ്യും. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് കമൻറ്റ്സ് വായിക്കാൻ പോവുകയാണ്. അതാണ് ഫസ്റ്റ് കമൻറ്റ്. ആ കമൻറ്റോടെ നിങ്ങൾ അതൊരു കുറച്ച് ഫണ്ണി ആയിട്ടുള്ളൊരു കമൻറ്റ് ആയിരുന്നു. ഏതൊരു ചെറുപ്പക്കാരൻ്റെ കമൻറ്റാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ പോലത്തെ ഒരു വൈബിൾ ഒരാളിട്ടാണെന്ന് അറിയാം. അപ്പോൾ അതുപോലെ തന്നെ വേറെയും ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറേയധികം കമൻറ്റ്സ് വന്നു. അപ്പോൾ കമൻറ്റ്സ് ഇട്ടവരോടൊക്കെ എനിക്ക് വലിയൊരു താങ്ക് യു ഉണ്ട്. തെറി പറഞ്ഞ് കമൻറ്റ് ഇട്ടവരുണ്ട്. യൂറോപ്പ് ഒട്ടും ബെറ്റർ അല്ല, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല യൂറോപ്പ് ഗൾഫിനെ കഴിഞ്ഞും ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ല, ഗൾഫ് യൂറോപ്പിനെ കഴിഞ്ഞും ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ല. അത് വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് തരത്തിൽ റിവേഴ്സ് മൈഗ്രേഷൻ സാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് കമ്പൽസറി റിവേഴ്സ് മൈഗ്രേഷൻ, അതായത് പ്രോപ്പറായിട്ട് ലീഗലായിട്ട് ഡോക്യുമെൻറ്റ്സ് നമുക്ക് പുതുക്കാൻ പറ്റുന്നില്ല, വിസ റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, സ്പൗസിനെയും ചിൽഡ്രനെയും ഫാമിലിയെയും ഒന്നും റീയൂണിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് നിർബന്ധിതമായിട്ട് ബൈ ഡോക്യുമെൻ്റ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥ ഇപ്പോൾ UK-യിലും കാനഡയിലും ഒക്കെ ഏകദേശം ആ ഒരു അവസ്ഥ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ളവർ കുറേയധികം പേരുടെ വീഡിയോസ് ചെയ്യാൻ കണ്ടു. അവിടെയുള്ളവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു നിർബന്ധിതമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ. പിന്നെ വേറെ അതുപോലെ തന്നെ നിർബന്ധിതമായിട്ട് മെൻ്റലി നിർബന്ധിതമായിട്ട് നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. നമ്മളിവിടെ പഠിക്കാനായിട്ട് വന്നു, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രായം കൂടുന്നുണ്ട്. ഓരോ വർഷം കൂടുന്തോറും പ്രായം കൂടുന്നു. മേ ബി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചുണ്ടാക്കണം. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷവും നമുക്ക് പ്രോപ്പറായിട്ടൊരു ജോലി കിട്ടുന്നില്ല, സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കൾച്ചർ, അങ്ങനത്തെ ഉള്ള കുറച്ച് ഇഷ്യൂസ് കാരണം മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോകുന്ന അവസ്ഥ. അപ്പോൾ ഇത് രണ്ടും ഏകദേശം എന്താ പറയുക, ഒരു നിർബന്ധിതമായിട്ട് ഒന്ന് മെൻ്റലിയും ഒന്ന് ഡോക്യുമെൻ്റ് വൈസ് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. അപ്പം ഈ ഒരു തരത്തിൽ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നവരാണ് ഇപ്പം നിലവിൽ കറണ്ട് ചേഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് UK-യിലും കാനഡയിലും ഒക്കെ സെൽഫായിട്ടൊരു ഡിസിഷൻ എടുത്ത് ഇനി ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിനുള്ള കാര്യം വേറൊന്നുമല്ല, ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ആ ഒരു എനർജിയുള്ള ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് ലൈഫ് ഒന്ന് സ്ലോ ആയിട്ട് പോകുന്നൊരു സമയമുണ്ടല്ലോ, ഒന്ന് മെല്ലെ ഒന്ന് ഒതുങ്ങാം, ഒരു ഫാമിലിയൊക്കെ ആയി പിള്ളേരൊക്കെ ഒന്ന് വളർന്നു കഴിഞ്ഞു എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള യൂറോപ്പിലുള്ള ലൈഫ് അത്ര സുഖകരമായിരിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒക്കെ മേ ബി എനിക്കത് മനസ്സിലാകുന്നത് മേ ബി വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞുകൊണ്ടായിരിക്കാം. പക്ഷെ അതറിയാത്ത കുറേ ആളുകളുണ്ട്. നമുക്കൊരു എനർജറ്റിക്കൊക്കെ ആയിട്ട് ആ ഒരു യുവത്വമൊക്കെ ഉള്ള ആ ഒരു സമയത്ത് ഇവിടുത്തെ ലൈഫ് അടിപൊളിയാണ്, ഭയങ്കര എനർജറ്റിക്കാണ്, ലൈവ്ലിയാണ്, വൈബ്രൻ്റാണ്. നൈറ്റ് ലൈഫ്, ഹാപ്പനിങ്സ്, ഈവൻസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞൊന്ന് ചിന്തിച്ച് നോക്കുമ്പം എന്തായിരിക്കും ഒരു 5-6 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് പഠിച്ചു, ജോലി ചെയ്തു, ലോണൊക്കെ അടച്ചു, എന്നാലും ഒരു 6-7 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു ഏജ് എത്തിയ ആൾക്കാർ ഇവിടെ എങ്ങനെയാണ്, 60, 50, 40, 50, 60, 70 ഒക്കെ വയസ്സുള്ള ആളുകൾ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നതെന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് സ്വയം ഡിസിഷൻ എടുത്ത് തിരിച്ച് ഗൾഫ് കൺട്രികളിലേക്കും കേരളത്തിലേക്കും പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷം യൂറോപ്യൻ ലൈഫ് ഒരു വെസ്റ്റേൺ ലൈഫ് പൊതുവെ ഒരു ഐസൊലേറ്റഡ് ഫീലിംഗ് ആണ്, ഒരു തനിച്ചാകലാണ്. എല്ലാം അപ്പോയിൻമെൻറ്റ്സിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും ബേസിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ശരിയാണ്, സോഷ്യൽ സെക്യൂരിറ്റിയും ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലൈഫ് ഒരു എനർജറ്റിക് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാടായിരിക്കും ബെറ്റർ.
സോ ഞാനൊന്ന് കുറച്ച് പേരോട് ചോദിച്ചു, അവരുടെയും പ്ലാൻ ഇതൊക്കെയാണ്. ഒരു 4-5 വർഷം കൂടെ കഴിഞ്ഞ് ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോവുക, വീടായി, ലോണൊക്കെ അടച്ചു കഴിഞ്ഞു, വണ്ടിയായി, കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിലാണ് നല്ലൊരു മെഡിക്കൽ സിസ്റ്റം ഉണ്ട്, പെട്ടെന്നെല്ലാം കിട്ടുകയും ചെയ്യും. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകുന്നുള്ള അപ്പം അങ്ങനെയാണ് ഒരു ഏകദേശം ഒരു 90% ആളുകളും ഇവിടെ ഇപ്പം ഈ പാരീസിൽ, ഫ്രാൻസിൽ പ്രോപ്പറായിട്ട് ഒരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന, അത്യാവശ്യം 3, 4, 5 ലക്ഷം രൂപ മേടിക്കുന്നവരൊക്കെ പറഞ്ഞത് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതാണ്. അതേസമയം എനിക്ക് തോന്നുന്നു സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളിൽ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി കഥ ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ ഒന്നുകൂടി ഒരു സോഷ്യൽ ലൈഫ് അല്ല, ഒരു ഹെൽത്തി ലൈഫുണ്ട്. ഇവിടെ അങ്ങനെയല്ല. യൂറോപ്പിൽ വന്നു കഴിഞ്ഞതിന് ശേഷം സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിന് വേറൊരു തരത്തിലാണ് നമ്മൾ പറയുന്നത്, എനിക്കങ്ങനെ തോന്നുന്നത്. കാരണം യൂറോപ്പിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ പൈസ സ്പെൻഡ് ചെയ്യാനുള്ള കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയുണ്ട്. അതും എല്ലാവരിലേക്കും എത്തുകയും ചെയ്യും. അതേസമയം ഗൾഫ് കൺട്രീസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു, അതെപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു എമൗണ്ട് ഓഫ് സാലറി കിട്ടുകയാണെങ്കിൽ ആദ്യം തന്നെ ഇത്രയും മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു നോർമൽ മല്ലു ലൈഫ് ഇവിടെ ജീവിക്കാൻ പറ്റും. വേറെ എന്താ പറയുക, അധികം പുറത്ത് പോയി ഷോപ്പിംഗ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല, ഒതുക്കി പിടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റും. അതേസമയം എനിക്കൊരു സാലറി കിട്ടി കഴിഞ്ഞതിന് ശേഷം ചെറിയ ഷോപ്പിംഗ്, ഡ്രസ്സിങ്, കാര്യങ്ങൾ, ഫ്രണ്ട്സിനോടൊരു ട്രിപ്പ് അടിക്കുന്നു, 2-3 വീക്കെൻഡിൽ പാർട്ടിക്ക് പോകുന്നു, അതൊക്കെ പോകുമ്പോൾ പൈസ എക്സ്പെൻസ് ആകും, ഫണ്ട് എക്സ്പെൻസ് ആകും, മീറ്റിംഗ് ഗാദറിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പം കൂടും. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു, യൂറോപ്പിൽ നമ്മൾ ഏൺ ചെയ്ത പൈസ സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാവരിലും ഒരുപോലെയാണ്. അതേസമയം ഗൾഫ്, ഏഷ്യൻ കൺട്രികളിൽ നമ്മൾ ഏൺ ചെയ്ത പൈസ സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കുറവാണ്. അതിനി ഉണ്ടെങ്കിൽ തന്നെ അത് എല്ലാവർക്കും ഡിഫറൻറ്റുമാണ്. സോ ഒന്നിങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഫ്യൂച്ചർ, എല്ലാവരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു, ഇവിടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഇവിടെ പുതിയൊരു ജനറേഷൻ ഉണ്ടായി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് നടക്കില്ല. നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറൽ പ്രശ്നങ്ങൾ, എനിക്ക് തോന്നുന്നു അതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കൺക്ലൂഷൻ കിട്ടുന്നതായി തോന്നുന്നു. വലിയൊരു കൾച്ചറൽ ചേഞ്ച് കേരളത്തിൽ വരും അടുത്തൊരു 3-4-5 വർഷങ്ങൾക്കുള്ളിൽ. ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാർ പോകുന്നു, ഇവിടുന്നുള്ള ജനിക്കുന്ന പിള്ളേർ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ എല്ലാ ഇൻഡസ്ട്രികളിലേക്കും അത് നല്ല കാര്യമാണ്. ഒരു തരത്തിൽ നോക്കുമ്പോൾ നല്ല കാര്യമാണത്. ഇവിടെ ജീവിച്ചുകൊണ്ട് പറയുമല്ല, ചില കാര്യങ്ങളൊക്കെ മാറേണ്ടത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം റിവേഴ്സ് മൈഗ്രേഷനെ പറ്റിയിട്ട് എൻ്റെ ഒരു ഐഡിയ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലൊരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, അത് ഫാമിലി ബിസിനസ് എൻവയോൺമെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി നാട്ടിൽ വളർന്നു വരുന്നത് അത് ബിസിനസ് അല്ലെങ്കിൽ ഫിലിം ഫീൽഡ്, സോഷ്യൽ മീഡിയ ഫീൽഡ്, ഇൻഫ്ലുവൻസ് ഫീൽഡിലൊക്കെയാണ്. സോ അങ്ങനെയൊന്നും നമ്മളെ പാഷനേറ്റ് ചെയ്യിപ്പിക്കുന്ന, നമ്മളെ ആഗ്രഹിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രി, ഒരു എൻവയോൺമെൻറ്റ് നമ്മുടെ നാട്ടിലില്ല എങ്കിൽ റിവേഴ്സ് മൈഗ്രേഷൻ അടിച്ച് വെറും ഇമോഷൻസിൻ്റെ പുറത്ത് മാത്രം റിവേഴ്സ് മൈഗ്രേഷൻ അടിച്ച് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഡിസിഷൻ ആയിരിക്കത്തില്ല. അത് ഇമോഷൻസിൻ്റെ ബേസിൽ ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്നു പോകണം തോന്നുമ്പോഴും കഴിഞ്ഞ ആ ഒരു 2-3 വീഡിയോസിനൊക്കെ ഇങ്ങനെ കമൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ച് നാട്ടിൽ പോയതാണ് ഞാൻ, പക്ഷേ ഇപ്പോൾ പെട്ടുപോയി എന്നുള്ള തരത്തിലുള്ള കമൻസ് വന്നിട്ടുണ്ട്. സോ ലെറ്റ് വെയിറ്റ്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നാടും കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്ത് ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും പൈസയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ആ ഒരു ആഗ്രഹങ്ങളിലേക്ക് എത്തുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തും എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു മൈൻഡിൽ നിൽക്കുമ്പം ആ ഒരു വൈബ്, ആ ഒരു ലൈവ്ലി ലൈഫിൽ നിൽക്കുമ്പം, അതായത് യൗവനം ആ ഒരു സമയത്ത് നിൽക്കുമ്പം യൂറോപ്പൊക്കെ നമുക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നും. ഇവിടെ ജീവിക്കാം, ലൈവ്ലി ഈവൻസും കാര്യങ്ങളും, പുതിയ ആൾക്കാരെ കാണാം, പുതിയ പ്രണയങ്ങൾ, പുതിയ സ്ഥലങ്ങൾ, പുതിയ കാഴ്ചകൾ, പുതിയ യാത്രകൾ, പുതിയ ആരംഭങ്ങൾ, സംരംഭങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വേണം. നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണെന്ന ആ ഒരു സാഹചര്യം വരുമ്പം ഒരുപക്ഷെ നമ്മൾ നാട്ടിൽ ജനിച്ചു വളർന്ന നമ്മുടെ പേരൻസിനെയും നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെയും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നത്തില്ല ഇത് നല്ലതാണെന്ന് തോന്നത്തില്ല. ആ ഒരു സമയത്ത് നമ്മൾ ജനിച്ച നാട്, നമ്മുടെ ഭാഷ, നമ്മുടെ കൾച്ചർ, അങ്ങോട്ട് തന്നെ പോകണമെന്ന് നമുക്ക് തോന്നും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും നമ്മൾ അവിടുത്തെ ഗവൺമെൻറ് ഓഫീസർ ആയിക്കൊള്ളട്ടെ, നമ്മൾ അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വലിയൊരു ജോലി ചെയ്യുന്ന ഒരാളായിക്കൊള്ളട്ടെ, നമ്മളെപ്പോഴും അവിടുത്തെ സെക്കൻഡ് സിറ്റിസണാണ്. നമ്മുടെ ഭാഷ നമ്മുടെ മാതൃഭാഷ ആയിരിക്കണം എന്നില്ല, നമ്മുടെ കൾച്ചറല്ല, നമ്മുടെ വെതറും കാര്യങ്ങളും ഒന്നുമല്ല. സോ
അതൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. അല്ലാതെ പെട്ടെന്ന് ഒരു ഇമോഷൻസിൻ്റെ പുറത്ത് കുറേ പേര് റിവേഴ്സ് മൈഗ്രേഷൻ അടിക്കുന്നു എന്നുള്ളതിന് പുറത്ത് നമ്മളും തിരിച്ചു പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നാട്ടിൽ നിന്ന് ആളുകളാരും പുറത്തേക്ക് പോകാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു പെർസ്പെക്റ്റീവ് എൻ്റെ ഇന്നും കുറച്ച് ആളുകളോട് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്? ഇമിഗ്രൻസ് ആയിട്ട് ഇവിടെ എത്തിപ്പെട്ട മലയാളികൾക്ക് എന്താണ് തോന്നുന്നത്? അങ്ങോട്ട് പോകാൻ നിൽക്കുന്നവരുടെ ഡൗട്ട്സും കാര്യങ്ങളും എന്താണ്? നിങ്ങൾക്ക് ഒരു ഓപ്പൺ ഡിസ്കഷനിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തതുപോലെ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ട് എല്ലാവരോടും താങ്ക് യു വെരി മച്ച്.